ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റെഡ് റോസ് യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ക്യാൻഡി സ്ട്രിപ്പ് ബിഗോണിയ പ്ലാന്റുമായിട്ടാണ്. എൻ്റെ കയ്യിലുള്ള അതിമനോഹരമായ ഒരു ബിഗോണിയ പ്ലാന്റാണ് ഇത്. ഇന്ന് ഞാൻ റിപ്പോർട്ടിംഗ് വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ബിഗോണിയയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 100-ലധികം ബിഗോണിയ വെറൈറ്റീസ് ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഈ ചെടി എപ്പോഴും തണലത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നേരിട്ടുള്ള സൂര്യപ്രകാശം ചെടിയെ നശിപ്പിക്കും. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം വേണം, പക്ഷേ ഒത്തിരി സൂര്യപ്രകാശം പാടില്ല. വൈകുന്നേര സമയങ്ങളിൽ സൂര്യപ്രകാശം ഏൽക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഞാൻ ദാ ഇവിടെ ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അതിൽ അത്യാവശ്യം ഡ്രെയിനേജ് ഹോൾസൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് കുഞ്ഞു കുഞ്ഞു കല്ലുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വെള്ളം താഴോട്ട് ഇറങ്ങി പോകുന്നതിനും പോട്ടിംഗ് മിക്സ് വെളിയിലോട്ട് പോകാതിരിക്കുന്നതിനും നമുക്ക് സഹായിക്കും. കൂടെ തന്നെ ഞാൻ കുറച്ച് ചകിരിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം വെള്ളം പെട്ടെന്ന് പോകുന്നതിനും കുറച്ച് വെള്ളത്തിൻ്റെ ഈർപ്പം അവിടെ നിൽക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഒട്ടുമിക്ക ചെടികൾ നടുന്നതും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന മണ്ണ് നമ്മുടെ മേൽമണ്ണും പിന്നെ കുറച്ച് കമ്പോസ്റ്റും കൂടിയാണ്. ഈ കമ്പോസ്റ്റ് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയത്. നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയും കൂടെ ചെയ്യണം. ഇപ്പം നിലവിൽ എൻ്റെ കയ്യിൽ ഇത് മൊത്തം തീർന്നു, കമ്പോസ്റ്റ് മൊത്തം തീർന്നു. അപ്പം ഞാനിനി ഒന്നും കൂടെ കമ്പോസ്റ്റ് ആക്കിയതിന് ശേഷം വേണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീണ്ടും ഒന്നും കൂടെ, അതായത് റിസൾട്ട് കാണിക്കണ്ടേ. അപ്പോൾ അതിനു വേണ്ടി ആദ്യം ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അത് ഞാൻ ഒരു വീഡിയോ ആക്കി ചെയ്യാം. ഇപ്പോൾ ഇടുന്നത് മുട്ടത്തോടാണ്. മുട്ടത്തോട് ഞാൻ പൊടിച്ച് ഒരു കുപ്പിയിലാക്കി എടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ മുട്ടത്തോടും കൂടെ കുറച്ചിട്ടിട്ട് നന്നായിട്ട് മണ്ണ് മിക്സ് ചെയ്ത് ഇതാണ് ഞാൻ ബിഗോണിയ പ്ലാന്റിന് വേണ്ടി പോട്ടിംഗ് മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൽ കുറച്ച് കമ്പോസ്റ്റിലാണ് ഈ അട്ടയും കുറച്ച് പാറ്റയൊക്കെ ഉണ്ട്. പക്ഷെ ഇത് വലിയ ഉപദ്രവം ഉണ്ടാക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം കൂടുതലും മണ്ണ് ഇളക്കം ഉള്ളതാക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നെനിക്കറിയില്ല. അതെൻ്റെ കുഞ്ഞ് വാവച്ചിയുടെ കൈയാണ്, അവൻ ഇച്ചിരി വികൃതിയാണ്. അപ്പം ഞാനതിനെ അട്ടേനെയോ അല്ലെങ്കിൽ പാറ്റേനെയോ ഒന്നും നശിപ്പിക്കാറില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ മണ്ണിൽ കൂടെ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് നമ്മുടെ മണ്ണിന് ഇളക്കം കിട്ടുന്നതിനും വായുസഞ്ചാരം കിട്ടുന്നതിനുമൊക്കെ സഹായമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൽ മറ്റ് ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അപ്പം ഞാൻ ഈ പോട്ടി മിക്സ് നിറച്ചിട്ടാണ് നമ്മുടെ ബിഗോണിയ തൈ നടുന്നത്. ബിഗോണിയ തൈ നമുക്ക് ഇൻഡോറായിട്ടും വളർത്താൻ പറ്റും. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ജനലിൻ്റെ അരികത്ത് അവിടെയൊക്കെ കുറച്ച് വെയിലൊക്കെ അടിക്കുന്ന ഭാഗമാണല്ലോ. അപ്പം അവിടെ വേണമെങ്കിലും നമുക്ക് ബിഗോണിയ ചെടി നട്ട് വളർത്താവുന്നതാണ്. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്ക് ഈ ചെടി വെക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം അവർക്ക് അധികം സൂര്യപ്രകാശം ഇല്ലെങ്കിലും ജനലരികിലൊക്കെ ഇത് വലിയ കുഴപ്പമില്ലാതെയൊക്കെ നിന്നോളും. ബിഗോണിയ ചെടിക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വളം ഇപ്പോൾ നമ്മൾ മറ്റു ചെടികൾക്ക് കൊടുക്കുന്നത് പോലെ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ പുളിപ്പിച്ചോ ഒക്കെ കൊടുക്കാറുണ്ടല്ലോ, അതങ്ങനെ തന്നെ കൊടുക്കാൻ പാടില്ല. വളരെ നേർപ്പിച്ച് വേണം ഫെർട്ടിലൈസർ കൊടുക്കുന്നതിന് വേണ്ടി. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു ചെടിയാണ്. പിന്നെ ഇതിന് വെള്ളം ഒഴിക്കുമ്പം അധികം വെള്ളം ഒത്തിരി ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് കെട്ടിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒത്തിരി നല്ല നീർവാഴ്ചയുള്ള പോട്ടി മിക്സ് തന്നെ നമ്മൾ ചെയ്തെടുക്കണം. അപ്പം പോട്ടി മിക്സ് തയ്യാറാക്കുമ്പം മണലും കൂടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലത്. എൻ്റെ കയ്യിൽ മണലില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ മേൽമണ്ണും കമ്പോസ്റ്റും കൂടെ ഇട്ടത് കേട്ടോ. അപ്പം ഞാനിതിൽ ഇങ്ങനെയാണ് ഒരു കയ്യിൽ ഫോണായതുകൊണ്ട് നല്ല രീതിയിൽ എനിക്ക് അത് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. എന്നാലും നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് നിറച്ചിട്ടുണ്ട്, മണ്ണ് നിറച്ചിട്ടുണ്ട്. ബിഗോണിയ ചെടിയുടെ ഇലകളിൽ നിന്നും നമുക്ക് പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷെ അതിന് കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും. ഈ നമ്മുടെ കയ്യിലുള്ള ബിഗോണിയയിൽ നിന്നും പിരിച്ച് മാറ്റി വയ്ക്കുന്ന തൈകൾ പെട്ടെന്ന് നമുക്ക് പിടിച്ച് കിട്ടുകയും നമുക്ക് ഒത്തിരി പ്ലാന്റുകളാക്കി മാറ്റാനും സാധിക്കും. പക്ഷേ ഈ ഇലയിൽ നിന്നും നമുക്ക് പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ 1-1.5 മാസത്തോളം നമ്മളതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. പക്ഷെ ധാരാളം തൈകൾ ആ രീതിയിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും.
അപ്പം നമുക്ക് ഏത് രീതി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ കിഴങ്ങോ അല്ലെങ്കിൽ അടിഭാഗത്തെ കട്ടിയുള്ള തണ്ടിൽ ഉണ്ടല്ലോ, അത് മുറിച്ചിട്ട് നമുക്ക് മണ്ണിൽ താഴ്ത്തി വെച്ചാലും അതിൽ നിന്നും നമുക്കൊരു ചെടി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇത് ഇലകളാണ് കൂടുതൽ ഭംഗിയെങ്കിലും ഇതിൻ്റെ പൂക്കളും അതിമനോഹരമാണ്. എൻ്റെ കയ്യിലുള്ള ഒരു ലൈറ്റ് പിങ്ക് കളറാണ്, അത് നല്ല ഭംഗിയാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പൂവാണ്. അപ്പോൾ നമ്മൾ ബിഗോണിയയുടെ റീപോട്ടിങ് കഴിഞ്ഞു. ഇനി ഇത് 1-1.5 ആഴ്ചത്തേക്ക് തണലത്ത് മാത്രമേ വെക്കാൻ പാടുള്ളൂ. ശകലം പോലും വെയിലേക്കാത്ത ഒരു ഭാഗത്തേക്ക് ചെടിയെ മാറ്റിവെക്കുക. എൻ്റെ വീഡിയോസ് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.